സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മുടെ സമുദായത്തെയും കുടുംബങ്ങളെയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന ശക്തരായ കുറച്ച് സംരംഭകരായിട്ടുള്ള വീട്ടമ്മമാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവരുടെ ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കാൽവെപ്പ് നമ്മുടെ സമുദായത്തിനും ഇവരുടെ വ്യക്തി ജീവിതങ്ങൾക്കുമൊക്കെ വലിയ വളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. അത്തരത്തിൽ ബേക്കിംഗ് മേഖലയിൽ തൻ്റേതായ കഴിവ് തെളിയിച്ച് ഇന്ന് അതിനെ ഒരു ബിസിനസ്സായി മാറ്റിയിരിക്കുന്ന ചേച്ചിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് പരിചയപ്പെടാം. ചേച്ചി പേരെന്താണ്, എവിടെയാണ് സ്ഥലം? എൻ്റെ പേര് റിനി എന്നാണ്. ഞാനിവിടെ ചങ്ങനാശ്ശേരി വലിയകുളത്താണ് താമസിക്കുന്നത്. ചേച്ചി എന്താണ് ചെയ്യുന്നത്? ചേച്ചി ഈ ഒരു ബേക്കിംഗ് എന്താണ്, ഇതിൻ്റെ മെയിൻ മാസ്റ്റർ പീസ് ഐറ്റംസ് എന്തൊക്കെയാണ് ചേച്ചി സെയിൽ ചെയ്യുന്നത്? ഞാൻ എല്ലാ ടൈപ്പ് കേക്കുകളും ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ കേക്കുകൾ, കസ്റ്റമർ ഏത് കേക്ക് പറയുന്നു അത് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു പേര് നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ടേസ്റ്റി ഹോം കേക്ക്സ് ആൻഡ് പിസ്സ എന്നാണ് പേര്. ഞാൻ പിസ്സയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്കുള്ള വരവ്? ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ കേക്ക് ബേക്കിങ്ങിലേക്ക് വരാം എന്നുള്ളൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ വിവാഹത്തിന് മുമ്പ് ചെറിയ രീതിയിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലിക്കൊക്കെ പോയി. അതിനുശേഷം രണ്ടാമത്തെ കുട്ടി ഉണ്ടാക്കിയപ്പം കൊറോണയുടെ ലോക്ക്ഡൗൺ ആയിരുന്നു. ആ ഒരു സമയത്ത് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാം അടവായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്തപ്പോൾ അത് നല്ല സക്സസ് ആയിരുന്നു. അതിനുശേഷം ക്രിസ്മസും അങ്ങനെയുള്ള ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ഒരു ഇത് വന്നപ്പോഴത്തേനും പിന്നെ പുറത്തോട്ട് നമ്മളത് ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി. ഈ ഒരു കേക്ക് ബേക്കിംഗ് അല്ലെങ്കിൽ ഒരു പിസ്സ മേക്കിങ്ങിലേക്ക് ഇത്രയും പ്രചോദനമായിട്ട് കൂടെ നിൽക്കുന്നത് ആരാണ്? ഒരു ഫുൾ സപ്പോർട്ട് ആരാണ്? ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേന് ഒരു കാര്യത്തിന് നോ പറഞ്ഞില്ല. എല്ലാ കാര്യത്തിനും എസ് പറഞ്ഞ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചൊരു വീട്ടമ്മ കൂടിയാണ്, 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം, ഒപ്പം ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകണം. ചേച്ചി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരാറില്ല. നമ്മൾ ഇപ്പം കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയത്ത് അതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്ത് അവരുടെ കൂടെ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഒരു സംരംഭക എന്ന നിലയിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സാണ്, ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കാറുള്ളത്? കാരണം ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കോവിഡ് സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഞാൻ കോവിഡിൻ്റെ സമയത്താണ് ഇത് വീട്ടിൽ തുടങ്ങിയെങ്കിലും നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 5 വർഷമായതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുവരെ പുറകോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ വർഷവും എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. പുറകോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചേച്ചിയുടെ ഒരു വിശ്വാസ ജീവിതവും ഈ ഒരു പ്രൊഫഷണൽ ലൈഫും അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ കൊറോണ ആ ഒരു സമയത്ത് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടാതിരുന്നപ്പോഴത്തേനാണ് കുറച്ചുകൂടെ എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുവന്നാൽ എന്താ പറയുക, എനിക്ക് സക്സസ് ആകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. അങ്ങനെ ലഭിച്ച ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം കൂടിയാണിത്. നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, ആളെ ഡീൽ ചെയ്തോളൂ. കാരണം കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെടേണ്ട, കൊടുത്തോളൂ. ഇവരെ പോലുള്ള സ്വയം സംരംഭകരാണ് നമ്മുടെ സമുദായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണ വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ, വനിതകൾ നമുക്ക് ചുറ്റുമുണ്ട്. വനിതകൾ മാത്രമല്ല, ഇതുപോലെ സ്വന്തം ബിസിനസ് ചെയ്ത് നമ്മുടെ നാടിനെയും സമൂഹത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട്. ചേച്ചി, ഇങ്ങനെ സ്വയം സംരംഭകരായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിപ്പം ആരെയും നമ്മൾ നോക്കി അതിനെ ഇപ്പം പുറകോട്ട് പിൻവലിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മുന്നേറാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയും വിശ്വാസവും നമ്മുടെ ഹാർഡ് വർക്കും മാത്രം മതി എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും മനോഹരമായിട്ട് ഒരു ബേക്കിംഗ് സെക്ഷൻ മുന്നോട്ട് കൊണ്ടുവന്ന ബിസിനസ്സിലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും.